friends, welcome back to Paru's Planet. ഇന്ന് ഞാനൊരു കൃഷ്ണ മേക്കപ്പ് ലുക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രൊഫഷണൽ രീതിയിലൊന്നുമല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ കൃഷ്ണനെ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ട്, സ്കൂളിലെ ഫംഗ്ഷൻ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൃഷ്ണനെ ഒരുക്കുന്ന ആ ഒരു രീതിയാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഞാനൊരു മോയ്സ്ചറൈസറാണ് ഫേസിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ പോൺസിൻ്റെ BB ക്രീമാണ് ഫേസിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു നനഞ്ഞ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ തൂക്കുന്നതിനെക്കാട്ടിൽ നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നതാണ് നന്നായിട്ട് ആ ക്രീം ഫേസിൽ എല്ലായിടത്തും ആകാനായിട്ട് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും ചെവിയിലും ഇടാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, ഫേസിൽ ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇനിയിപ്പോൾ കണ്ണ് എഴുതുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ തെറ്റുന്നത്. അപ്പോൾ അതുവരെ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് എഴുതി കൊടുക്കാനായിട്ട് പോവാണ്. നെക്സ്റ്റ് കുറച്ച് കോമ്പാക്ട് പൗഡറും സാധാരണ ബേബി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മോൻ്റെ ഫേസിലേക്ക് ക്രീമൊക്കെ ഒന്ന് നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ലാക്മിയുടെ ഐക്കോണിക് കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ ഉൾഭാഗം ഒന്ന് എഴുതി കൊടുക്കുകയാണ്. ഉണ്ടല്ലോ, ഉൾഭാഗം ഒന്ന് എഴുതി കൊടുക്കുകയാണ്. പുള്ളിക്ക് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല കണ്ണെഴുതുന്നത്. കണ്ണിൽ തൊടാൻ സമ്മതിക്കില്ല. അപ്പം തൊട്ട് കണ്ണിൽ നിന്ന് വെള്ളം എടുക്കാൻ തുടങ്ങും. അതിനുശേഷം ഞാൻ ഇതേപോലത്തെ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. പിങ്ക് കളർ വെച്ചിട്ട് ക്രീസ് ലൈനൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഇതേപോലെ 2 ചെറിയ പീസ് സെല്ലോ ടേപ്പ് എടുത്തിട്ട് കണ്ണിൻ്റെ 2 ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ ഐഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യാമെങ്കിൽ അത് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ കളർ എടുത്തിട്ടാണ് കൈയുടെ ലൈറ്റ് ബ്ലൂ കളർ എടുത്തിട്ട് കണ്ണിൻ്റെ ആ ഭാഗത്തുനിന്ന് ഹാഫ് പാർട്ട് വരെ
ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി കൈ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് അപ്ലൈ ആവുന്നത്. അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ടാണ് പിന്നീട് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കണ്ണിൻ്റെ ഒരു പകുതി പാർട്ട് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ബ്രഷ് വെച്ചിട്ടൊന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് ബാക്കി ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് സൈഡിലും അതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ടേപ്പ് ഒട്ടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എങ്ങും ആകില്ല, കറക്റ്റായിട്ട് അവിടെ മാത്രമായിട്ട് ആയി കിട്ടും. ഒരു ബ്രഷ് വെച്ചിട്ട് രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് മെർജ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമുക്കിനിയിപ്പോൾ ആ ടേപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് ടേപ്പ് റിമൂവ് ചെയ്യാം. പിന്നീട് ഞാൻ ലാക്മേയുടെ ഐലൈനർ യൂസ് ചെയ്ത് കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് വിങ് പോലെ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് വിങ് ഇട്ടിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കണ്ണിൻ്റെ മുകൾ ഭാഗം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഉണങ്ങട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഇതേപോലത്തെ യൂപ്പിന്നിലേക്ക് ഞാൻ നമ്മുടെ കയ്യിലെല്ലാം പല കളറിലുള്ള പൊട്ടുകൾ കാണുമല്ലോ അല്ലേ, അതിൽ നിന്ന് ഞാൻ വൈറ്റ് കളറിലുള്ള പൊട്ട് എടുത്തിട്ടാണ് യൂപ്പിന് മുക്കിയതിന് ശേഷം അത് വെച്ചിട്ട് ഫസ്റ്റ് ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തത്. അതിനുശേഷം അതിൻ്റെ പുറത്തൂടെ ഒന്ന് ആ ഷേപ്പ് ഒന്ന് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാനൊരു റെഡ് കളർ വെച്ചിട്ട് ടോപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പിന്ന് തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കണ്ണ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഐഷാഡോ ഇട്ടതെല്ലാം കുളമാവും. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ കണ്ണ് തുറക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പുള്ളി അനുസരിച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഇടയ്ക്കെല്ലാം റെഡ് കളർ വെച്ചിട്ട് വീണ്ടും ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ സൈഡിൽ റെഡ് കളർ വെച്ചിട്ട് റൗണ്ടിൽ ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ പിന്നീട് താടിക്ക് ഒരു 3 കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എല്ലാം ഇടയ്ക്കെല്ലാം വൈറ്റ് വെച്ചിട്ട് തന്നെ വീണ്ടും ഡോട്ടിട്ട് കൊടുക്കുകയാണ്. അവിടെ ഒരു വൈറ്റ് ഡോട്ട് താടിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണിൻ്റെ അകം എഴുതാൻ പോവുകയാണ്. അതിന് ഞാൻ ഐക്കോണിക് കാജൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലാക്മേയുടെ ഐക്കോണിക് കാജൽ വെച്ചിട്ട് തന്നെ കണ്ണിൻ്റെ താഴ്ഭാഗം എഴുതി കൊടുക്കുവാണ്. അപ്പോൾ കണ്ണിൽ എന്ത് പണിഞ്ഞാലും പുള്ളി അപ്പം തൊട്ട് കണ്ണിൽ നിന്ന് വെള്ളം എടുക്കാൻ തുടങ്ങും. എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് കണ്ണിൻ്റെ താഴ്ഭാഗം എഴുതി കഴിഞ്ഞു. പിന്നീട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഒരു പിങ്ക് കളറ് ബ്ലഷ് 2 കവിളിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് മൂക്കിൻ്റെ ആ ഒരു കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഐഷാഡോയ്ക്കകത്ത് വൈറ്റ് കളർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് മൂക്കിൻ്റെ ആ കറക്റ്റ് സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈഡ്രോ പെൻസിൽ വെച്ചിട്ട് തന്നെ ഞാൻ കൃതാബ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക്
നമുക്ക് എങ്ങനെയാണ് ഡ്രസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെഡ് ഷോളാണ് യൂസ് ചെയ്യുന്നത്. അധികം നീളമില്ല. സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയിരിക്കില്ലേ, അപ്പോൾ ഇതൊരു ചെറിയ ഷോളാണ്. അത് കറക്റ്റായിട്ട് സെൻറ്ററിൽ എടുത്തിട്ട് നമുക്ക് സെൻറ്ററിൽ ഇതേപോലെ ഒരു നന്നായിട്ടൊന്ന് മുറുക്കിയൊന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം ഒരു സൈഡ് എടുത്തിട്ട് കാലിൻ്റെ ഇടയിൽ കൂടെ ബാക്കിലേക്ക് എടുക്കുക. ബാക്കിലേക്ക് എടുത്തതിന് ശേഷം ബാക്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞുറിഞ്ഞ് കുത്തി കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് നീളമുള്ള ഷോൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഞുറിയാനൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് എടുത്ത് ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ കാലിൻ്റെയും ഇടയിൽ കൂടി ബാക്കിലേക്ക് എടുത്ത് ബാക്കിൽ കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് ഞുറിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് സേഫ്റ്റി പിൻ വെച്ചിട്ട് ബാക്കിലേക്ക് നമ്മൾ ആ എടുത്ത ഭാഗമില്ലേ അവിടെ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും, ഫ്രണ്ടിൽ രണ്ട് സൈഡിലും. അതിനുശേഷം ബാക്കിൽ നമ്മൾ ആ ഞുറിഞ്ഞു കുത്തിയില്ലേ അവിടെയും ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പുറത്തൂടാണ് കുത്തിയിരിക്കുന്നത്, കാരണം ഇതിൻ്റെ മുകളിൽ കൂടെ ഇനിയും വേറെ ഷോളൊക്കെ വരുന്നതുകൊണ്ടാണ്. വേണമെങ്കിൽ അകത്തൂടെ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. പക്ഷേ കുട്ടികളൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തൂടെ കുത്തുന്നതായിരിക്കും നല്ലത്. അഥവാ ഊരി പോവുകയാണെങ്കിലും കുട്ടികളുടെ ദേഹത്ത് കൊണ്ടു കയറില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ സിമ്പിളാണ്. ഒരുപാട് ലെങ്ത് ഉള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഞുറിഞ്ഞ് ഇങ്ങനെ ഉടുത്തൊക്കെ കുത്തണം. ഇതാകുമ്പോൾ ചെറിയൊരു ഷോൾ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു രീതിയിൽ ഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ ഇതേപോലത്തെ ഒരു ഗോൾഡൻ ഷോൾ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇടഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഫസ്റ്റ് ഒരു നോട്ടിട്ടു, അതിനുശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഭാഗം മുകളിലേക്ക് നിൽക്കുന്ന രീതി ഈ ഒരു രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സൈഡൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്ക് സൈഡും ഒക്കെ ഒന്ന് വലിച്ച് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി തലയിലേക്ക് വെക്കാനുള്ള ഒരു തലപ്പാവ് പോലെ റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 കളറിലുള്ള ഷോൾ എടുത്തിട്ട് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഷോളിൻ്റെ അറ്റത്തൊക്കെ വർക്കൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതേപോലത്തെ ഷോളാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് 2 ഷോളും കൂടി ചേർത്തിട്ട് ഞാനൊരു നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഗോൾഡൻ ആ ഒരു ഇതുണ്ടല്ലേ, ഈ ഗോൾഡൻ ഷോളിൻ്റെ ഈ ഒരു സംഭവമാണ് തലയിൽ ഇങ്ങനെ പൊക്കി വെക്കാനായിട്ട് പോകുന്നത്. തലയുടെ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇത് ചുറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ഈ ഒരു 2 ഷോള് തമ്മിലാണ് ട്വിസ്റ്റ് ചെയ്തെടുത്തത്. പിന്നീട് ഞാൻ ഡ്രസ്സിൻ്റെ അനുസരിച്ചൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ തലയിൽ വെച്ചത് വേറെ 2 ഷോൾ വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തലപ്പാവാണ് പിന്നീട് വെച്ചത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അത് ചെയ്യുന്നത്. ഇതിങ്ങനെ നമ്മൾ തലയിൽ ചുറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന എൻ്റെ പാർട്ടിലെ അത് താഴേക്ക് ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് മുകളിലായിട്ട് നമ്മൾ ആ ഗോൾഡൻ കളറിലെ ഷോൾ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നില്ല, ആ ഒരു ഭാഗത്തായിട്ട് വേണം നമുക്കിനി മയിൽപ്പീലിയും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. പിന്നീട് നല്ല മാല വല്ല ഉണ്ടെങ്കിൽ നമുക്കൊരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ ഈ ഷോളിൽ തന്നെ എന്തെങ്കിലും ചെയിൻ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഇത്രയും ഈ ഒരു രീതിയിൽ മാത്രമേ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തലപ്പാവ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമുക്ക് കൃഷ്ണനെ ഒന്ന് കാണാം. ഓടക്കുഴലും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ കൃഷ്ണനെ ഒരുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസിൽ പറയുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി.